കഴിക്കാനേ കഴിയില്ല എന്നൊരു നിഗമനത്തിൽ ഇങ്ങനെയൊരു ക്രൂരകൃത്യത്തിലേക്ക് ഇയാളെ എത്തിച്ചതെന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ അയൽവാസിയായ ശ്രീ രാമചന്ദ്രൻ എന്നോടൊപ്പം ചേരുന്നു. ഇന്നലെ വൈകിട്ട് താങ്കളുടെ പ്രതികരണങ്ങളൊക്കെ ശ്രദ്ധിച്ചിരുന്നു. തൊട്ടടുത്ത് വീടുകളുള്ള ഒരു സ്ഥലമാണ്. ഇവിടെ ഒരു സമാധാനപൂർണ്ണമായ ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് അല്ലേ? തീർച്ചയായിട്ടും ഒരു ഇഷ്യൂ ഇല്ലാത്ത ഏരിയ. അപ്പൊ ഈ കുടുംബമായിട്ട് താങ്കളുടെ ഒരു ബന്ധം എങ്ങനെയാണ്? ഞാൻ എന്നെക്കായിൽ കൂടുതൽ ബന്ധം എന്റെ വൈഫുമായിട്ടാണ്. വൈഫ് ഇവിടെ നിൽക്കും, ഈ കൊച്ചിന്റെ അമ്മ ഇവിടെ നിൽക്കും, ഇവര് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. മറ്റു വേറെ ഇഷ്യൂസ് ഒന്നുമില്ല. ഇവിടുന്ന് ഒരു സൗണ്ട് പോലും പുറത്തോട്ട് കേൾക്കാറില്ല. ഈ പയ്യൻ എന്ന് പറഞ്ഞാൽ നല്ല പയ്യനാണ്. അവന് പഠിക്കുന്നുണ്ട്, ജോലിയും ചെയ്യുന്നുണ്ട്. ഈ ഫുഡ് സപ്ലൈ സൊമാറ്റോയുടെ ഫുഡ് സപ്ലൈ ചെയ്യുന്നുണ്ട്. അവനെ ഒരു 6 മാസം ഒരു ബുള്ളറ്റൊക്കെ സ്വന്തമായിട്ട് വാങ്ങിച്ച് അപ്പൊ അതിന്റെ പൈസ അടയ്ക്കാൻ വേണ്ടിയിട്ട് തന്നെ ജോലി ചെയ്ത് പഠിക്കുന്നുണ്ടായിരുന്നു. നല്ല പയ്യനായിരുന്നു. സാറിന് ഇവിടെ ഉള്ള ഈ ചെറുപ്പക്കാരുടെ കൂടെ ഗ്യാങ് ആയിട്ടൊന്നും സംസാരമോ അങ്ങനെയൊന്നും നമ്മൾ കാണാൻ ഒറ്റപ്പെട്ട ശൈലിയായിരുന്നു. ഒറ്റപ്പെട്ട അല്ല, ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നു. അച്ഛനും അതേപോലെ തന്നെ, അമ്മയും അതേപോലെ തന്നെ. ഞങ്ങളൊരു ഫാമിലിയാണ്. ഈ ഇന്നലെ എപ്പോഴാണ് ഇവരെ അവസാനമായിട്ട് കണ്ടത്? ഇന്നലെ കണ്ടിരുന്നു എപ്പോഴും? ഞാൻ നിലവിളി കേട്ടോണ്ട് ഇറങ്ങി വന്നപ്പോഴാണ് ഈ പയ്യൻ ഇല്ല കോർണറിൽ വന്ന് വീണ് കിടക്കുന്നതാണ് കാണുന്നത്. ഈ മരിച്ച പയ്യന്. അപ്പോ പേര് പറയാൻ എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയത്തില്ല. അത്ര കോണ്ടാക്ട് ഒന്നും ആരുമായിട്ട് ഇല്ല. വീട്ടുകാർക്ക് അറിയാവുന്നു. അപ്പൊ പയ്യൻ അവിടെ വന്ന് വീണ് കിടക്കായിരുന്നു. ഇവര് നിലവിളിക്കുന്നുണ്ടായിരുന്നു. അപ്പൊ തന്നെ ഞാൻ പോലീസിൽ ഇൻഫോം ചെയ്തു. നമുക്കതേ ചെയ്യാൻ പറ്റുള്ളൂ. നിങ്ങളാണ് പോലീസിനെ വിളിച്ചത്? ഞാനാ. അപ്പൊ കാർ എടുത്ത് കൊണ്ടുപോകാനായിട്ട് നോക്കുമ്പോൾ എനിക്ക് അന്നേരം കാർ ഓടിക്കാൻ പറ്റാത്ത ഒരു മാനസികാവസ്ഥയായി. അപ്പോഴത്തേക്ക് ഒരു ആട്ടോ വന്നു. ആട്ടോയ്ക്കകത്തിൽ കയറ്റി വിട്ടു. ഇവിടെ വീണ് കിടക്കുമ്പോഴേ ഒരു അവശ നിലയിലായിരുന്നു. അന്നേരം നമുക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. എന്നാലും നമുക്ക് കണ്ടിട്ട് അതൊരു സഹിക്കാൻ പറ്റില്ല. ഇതിനു മുമ്പ് ഇങ്ങനെ ഒരാൾ ഇവിടെ വരുന്നോ അങ്ങനെ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഈ പയ്യന്റെ ഒരു ഫ്രണ്ട് ചിലപ്പോൾ ഇയാളെ കൊണ്ടുവിടാനും എടുക്കാനും ഒക്കെ ആയിട്ട് ഇവിടെ വരുവായിരുന്നു. അതല്ലാണ്ട് ഞാൻ കണ്ടിട്ട് അങ്ങനെ ശ്രദ്ധിച്ചിട്ടില്ല. പിന്നെ ആ പത്രത്തിൽ ഫോട്ടോ കണ്ടിട്ട് എനിക്ക് ആ മുഖപരിചയം തോന്നി. കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ കണ്ടിട്ടില്ല, വരാറില്ല എന്നുള്ളതാണ്. ശരി, വളരെയധികം ഓക്കെ. എന്തായാലും സൈത്ത് എടുത്തു പറയേണ്ട കാര്യം, ഏറെ പ്രതീക്ഷയോടെ ഈ 22 വയസ്സുകാരായ ഫെബിൻ വാങ്ങിയ ഫെബിന്റെ ബുള്ളറ്റ് അത് ഈ വീടിന്റെ ഒരു വശത്ത് അങ്ങനെ ഇരിപ്പുണ്ട്. അതിന് മാസം CC അടയ്ക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഫുഡ് ഡെലിവറി ഒക്കെ ചെയ്ത് അതിന് സ്വയം പണം കണ്ടെത്തിയിരുന്ന ഒരു ശൈലി കൂടി ഫെബിൻ പിന്തുടർന്നത്. പക്ഷേ ആ വാഹനം അനാഥമായി. ഫെബിൻ ഓർമ്മയായി മാറി എന്ന കാര്യം ഉൾക്കൊള്ളാൻ ഈ നാട്ടുകാർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. ഈ വീടിനോട് ചേർന്ന് ഒരു പട്ടിക്കുഞ്ഞുണ്ട്. അവരെ ഏറെ സ്നേഹിച്ചിരുന്ന ഒരു നായയാണ്. ആ നായയും ഭക്ഷണമൊന്നും കഴിക്കാതെ ആ വീടിന്റെ ഒരു വശത്ത് ഇപ്പോഴുണ്ട്. ദയനീയമായ ഒരു കാഴ്ചയാണ്. എനിക്ക് തോന്നുന്നു ഈ വീട്ടിന്റെ പരിസരത്ത് നിന്ന് ഇപ്പോൾ ഏറ്റവും ദയനീയമായ കാഴ്ച ഈ വീട്ടുകാരെ സ്നേഹിച്ച് വളർത്തിയിരുന്ന ആ നായയുടേതാണ്. അത് അവശനായി ഒരു വശത്തിങ്ങനെ കിടക്കുകയാണ്. ഒരുപക്ഷെ അതുകൂടി പറഞ്ഞു പോകണമെന്ന് തോന്നുന്നു. എന്നാലേ ആ കാര്യത്തിലൊരു വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ടാണ് ഞാനത് എടുത്തു പറഞ്ഞത്. ഈ സംഭവം ഉണ്ടായതിനു ശേഷം ആ നായ ഇങ്ങനെ അവശയായി ഒരു മൂലയ്ക്ക് കിടക്കുകയാണ്. ഇടയ്ക്ക് ഇങ്ങനെ എഴുന്നേറ്റ് മുമ്പിലേക്ക് വരും, അതിനുശേഷം വീണ്ടും അവിടെ പോയി കിടക്കും. അങ്ങനെ ദയനീയമായ ഒരു കാഴ്ചയാണ് ഒളിയകോവിലുള്ള ഈ ഫെബിൻ ജോർജ് ഗോമസിന്റെ വീടിന്റെ മുമ്പിൽ നിന്ന് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഓക്കെ ഡാൻ, ഒരു കാര്യം കൂടി, ഈ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ഉള്ള സ്ഥലം എവിടെയാണ്? അവർ ആശുപത്രിയിലാണോ? ഈ പിതാവിന് പരിക്കുണ്ടല്ലോ, അവിടേക്കാണോ ഉള്ളത്? അമ്മയടക്കമുള്ളവർ, ഫെബിന്റെ സഹോദരി അടക്കമുള്ളവർ ഉള്ള സ്ഥലം എവിടെയാണ്? അവർ കൊല്ലത്ത് തന്നെ ഉണ്ടോ? സൈത്ത് കൊല്ലം ജില്ലാ ആശുപത്രിയിലാണ് ജോർജ് ഗോമസ് ചികിത്സയിൽ തുടരുന്നത്. അദ്ദേഹത്തെ അടിയന്തരമായ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കി കഴിഞ്ഞു എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അതിൽ ഒരു കൃത്യമായ വിവരം നമുക്ക് ലഭിച്ചിട്ടില്ല. അങ്ങനെയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. നിലവിൽ അദ്ദേഹം ആരോഗ്യനില വീണ്ടെടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഭാര്യ, അതായത് പോലീസിനെ സംബന്ധിച്ച കൃത്യമായ ഒരു ചിത്രം ലഭിക്കുന്നതിൽ മൊഴി നൽകിയ അദ്ദേഹത്തിന്റെ ഭാര്യയും ആശുപത്രിയിൽ അദ്ദേഹത്തോടൊപ്പമുണ്ട്. മകൾ അവിടേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. സംബന്ധിച്ച കൃത്യമായ വിവരങ്ങളൊന്നുമില്ല. എന്തായാലും പോലീസ് ഈ യുവതിയുടെ അടക്കം മൊഴി രേഖപ്പെടുത്തും. കാരണം ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറാൻ പോകുന്നത് ഈ കോഴിക്കോട് ബാങ്ക് ജീവനക്കാരിയായി ജോലി ചെയ്തിരുന്ന ഈ ഫെബിന്റെ സഹോദരിയുടെ മൊഴിയായിരിക്കും. അപ്പോൾ അതുകൂടി രേഖപ്പെടുത്തുന്നതോടെ ഈ കാര്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ സംബന്ധിച്ച വ്യക്തമായ ഒരു ധാരണ ലഭിക്കുമെന്നൊരു നിഗമനത്തിലാണ് അന്വേഷണ സംഘം ഇപ്പോൾ മുമ്പോട്ട് നീങ്ങുന്നത്. എന്തായാലും ഈ കൊല്ലത്തെ ഇരട്ട കൊലപാതകം, ഈ
കൊലപാതകം, അതിനുശേഷം നടന്ന ആത്മഹത്യ. എന്താണ് ഈ സംഭവത്തിൽ നടന്നിരിക്കുന്നത്? നിലവിൽ വരുന്ന നിഗമനത്തിലേക്ക് തന്നെയാണോ, അതിലേക്ക് തന്നെയാണോ സാഹചര്യം എത്തുന്നത്? അത് സംബന്ധിച്ച വിശദീകരണം, അത് സ്ഥിരീകരണമാണ് പോലീസ് നടത്തേണ്ടത്. ഇതിനകം തന്നെ ഈ പ്രതി എത്തിയ വാഹനവും അതിനുശേഷം ആത്മഹത്യയ്ക്ക് തൊട്ടു മുമ്പ് വാഹനം കൊണ്ട് ഉപേക്ഷിച്ച ആ ദൃശ്യങ്ങളൊക്കെ പോലീസ് ശേഖരിച്ചു കഴിഞ്ഞു. അങ്ങനെ പരമാവധി തെളിവ് ശേഖരണം ഇന്നലെ തന്നെ പൂർത്തീകരിച്ചു എന്നാണ് മനസ്സിലാവുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് ഇത്തരമൊരു കൊലപാതകത്തിനും പിന്നീട് ആത്മഹത്യയ്ക്കും വഴിവെച്ചത് എന്നതിൻ്റെ കാരണം കണ്ടെത്താനായിരിക്കും ഒരു പക്ഷേ പോലീസ് ശ്രമിക്കുക. അത്തരം നീക്കങ്ങളിലേക്ക് കൂടിയാണ് കടക്കുന്നതെന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ഈ ആദ്യം പ്രണയ അഭ്യർത്ഥന ഉണ്ടാവുന്നു. ആ പെൺകുട്ടി ഫെബിൻ്റെ സഹോദരിയുമായി തേജസ് പ്രണയ അഭ്യർത്ഥന നടത്തുന്നു. പിന്നീട് അതൊരു വിവാഹാലോചനയിലേക്ക് വരുന്നു. ആദ്യം കുടുംബം എതിർക്കുന്നു, പിന്നീട് കുടുംബം നടത്താമെന്ന തരത്തിലേക്ക് വരുന്നു. പക്ഷേ പെൺകുട്ടി പിന്നീട് പിന്മാറുന്നു. ആ തരത്തിൽ ഉണ്ടാകുന്ന സാഹചര്യങ്ങൾക്കൊടുവിലാണ് ഇത്തരം കടുത്ത തീരുമാനത്തിലേക്ക് പോകുന്നത്. അതേസമയം തേജസ് ഇത്തരം ഒരു കടുത്ത തീരുമാനമെടുക്കുമോ എന്ന കാര്യം കുടുംബവും വിശ്വസിച്ചില്ല. തേജസിൻ്റെ അച്ഛനടക്കമുള്ളവർ, അച്ഛൻ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ്, അദ്ദേഹം അടക്കം ഇത് വിശ്വസിച്ചിരുന്നില്ല. ആ തരം സാഹചര്യങ്ങളിലേക്ക് അത് പോയിരുന്നില്ല. പക്ഷേ ഒടുവിൽ ആ പ്രണയപ്പകയ്ക്കൊടുവിൽ എത്തി ഫെബിൻ്റെ വീട്ടിലെത്തി സഹോദരിയെ ലക്ഷ്യമിട്ടെത്തിയ തേജസ് ഒടുവിൽ സഹോദരനെ കുത്തിക്കൊല്ലുന്നു, അച്ഛനെ ക്രൂരമായി ആക്രമിക്കുന്നു. ഇതാണ് പിന്നീട് കണ്ടത്. ഒടുവിൽ തേജസ് ആത്മഹത്യ ചെയ്യുന്നു. ഇതാണ്